CPI കോട്ടക്കൽ മണ്ഡലം സമ്മേളനത്തിന് സമാപനമായി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള വലിയ മാറ്റമാണ് തെരഞ്ഞെടുപ്പുകളിൽ വന്നത്. ഒരിക്കലും നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റാത്ത തുകയാണ് ആ തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ചത്. നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പ്രധാനമന്ത്രി, അത് നെഹ്റുവിന്റെ കാലത്തോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത ഒരു സംവിധാനമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി കാലത്ത് രാത്രിയിൽ മെയ് 1 രാത്രിയിൽ തിരുവനന്തപുരത്ത് എത്തുന്നു. അദ്ദേഹം രാജ്ഭവനിൽ അന്തി ഉറങ്ങുന്നു, വിരുന്ന് കഴിക്കുന്നു. പിറ്റേ ദിവസം കാലത്ത് അദ്ദേഹം വിഴിഞ്ഞത്ത് പോയി അത് ഉദ്ഘാടനം ചെയ്യുന്നു. 12 മണിക്ക് അത് ഉദ്ഘാടനം ചെയ്തിട്ട് വൈകുന്നേരമാകുമ്പോഴത്തേക്കും അദ്ദേഹം അമരാവതി പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു. അതിനുവേണ്ടി പ്രത്യേക വിമാനം. ഇതുവരെ ഒരു പ്രധാനമന്ത്രിമാർക്കും അങ്ങനെ വിമാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. P. മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. ദീപ നാരായണൻ, രമ്യ അരുൺ, V. അരവിന്ദാക്ഷൻ എന്നിവർ ചേർന്ന പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. T. ജാനിസ് ബാബു രക്തസാക്ഷി പ്രമേയവും K. മോഹൻദാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി P. K. കൃഷ്ണദാസ്, K. പുരം സദാനന്ദൻ, അഷറഫ് അലി കാളിയത്ത്, M. ജയരാജ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറിയായി M. ജയരാജിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.